അടുത്ത ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മിക്കവാറും വെള്ളത്തിന്റെ പേരിലായിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ 2.0 ഉറപ്പായിട്ടും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അതിന്റെ കാരണം നമ്മുടെ ആർമി ചീഫ് തന്നെ നടത്തിയ ഒരു പ്രതികരണമാണ്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഒരു സാധ്യത പറയുന്നുണ്ട്. ഓപ്പറേഷൻ 2.0ക്ക് വേണ്ടിയിട്ട് തങ്ങൾ തയ്യാറാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, പക്ഷേ രണ്ടാമതൊരു ആക്ഷൻ എടുക്കാൻ ഇന്ത്യ പ്രിപ്പയർ ആവുകയാണ്. പാകിസ്ഥാനിലെ വാർത്തകളും പ്രതികരണങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ കടുത്ത അമർഷം അവർക്കുണ്ട്. ഇൻഡസ് വാലി ട്രീറ്റ് ഇന്ത്യ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഇന്ത്യ ആക്രമിക്കും എന്ന നിലയ്ക്കൊക്കെയുള്ള പ്രതികരണം അവിടെ നിന്ന് വരുന്നുണ്ട്. വളരെ മുമ്പേ തന്നെ വന്നു, അവർക്ക് വെള്ളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ ആക്രമിക്കാൻ അവർ മടിക്കില്ല എന്നൊക്കെ അവരുടെ പട്ടാള മേധാവിയും പല സൈനിക ഉദ്യോഗസ്ഥരും മതമൗലികവാദികളും ഒക്കെ പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. സോ പാകിസ്ഥാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ത്യയെ വെള്ളത്തിന് വേണ്ടി ആക്രമിക്കാൻ മടി കാണിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്താനുള്ള വലിയൊരു സാധ്യത ഇപ്പോഴുണ്ട്. ഇതിന് ബലമേകുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എൽ നിനോ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എൽ നിനോ എന്ന് പറയുന്നത് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളിൽ ഉണ്ടാവുന്ന അസാധാരണമായ താപവ്യതിയാനമാണ്. ഈ താപവ്യതിയാനം കാരണം ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ എൽ നിനോ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പസഫിക് സമുദ്രത്തിന്റെ കിഴക്കു ഭാഗത്ത് നിന്ന്, അതായത് തെക്കേ അമേരിക്കൻ തീരങ്ങളിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഏഷ്യൻ തീരങ്ങളിലേക്ക് ശക്തമായിട്ട് കാറ്റ് വീശാറുണ്ട്. ഇത് ചൂടുള്ള ഉപരിതല ജലത്തെ പടിഞ്ഞാറോട്ടേക്ക് തള്ളിവിടും. എന്നാൽ എൽ നിനോ വർഷങ്ങളിൽ ഈ കാറ്റിന്റെ വേഗത കുറയുകയോ അത് വിപരീത ദിശയിലേക്ക് പോവുകയോ ചെയ്യും. ഇതിന്റെ ഫലമായിട്ട് മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ജലം അസാധാരണമായ വിധം ചൂടുപിടിക്കും. സമുദ്രജലത്തിലെ ഈ താപ വ്യതിയാനം കാരണം ആഗോള വായുമണ്ഡലത്തെ അത് ബാധിക്കുകയും ലോകമെമ്പാടും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പ്രധാനമായിട്ട് ഇത് വരൾച്ചയും ഉഷ്ണതരംഗവും ഉണ്ടാക്കും. ഇന്ത്യ, ഓസ്ട്രേലിയ, ചൈന, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നീ പ്രദേശങ്ങളിൽ മഴ കുറയാനും കടുത്ത വരൾച്ചയ്ക്കും ചൂടിനും ഇത് കാരണമാകും. സാധാരണയായി വരണ്ട കാലാവസ്ഥയുള്ള തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ കനത്ത മഴയ്ക്കും പ്രളയത്തിനും ഇത് വഴിവെക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ എൽ നിനോ ഇന്ത്യയെയും ചൈനയെയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കാർഷിക മേഖലയെയും സമ്പദ് വ്യവസ്ഥയെയും ഇത് കാര്യമായി തന്നെ ബാധിക്കാമെന്നും ഇന്ത്യയിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ദുർബലമാകാൻ എൽ നിനോ കാരണമാകുമെന്നുമാണ് പറയുന്നത്. ഇത് രാജ്യത്ത് മഴ കുറയാനും വരൾച്ചയ്ക്കും കാരണമായേക്കാം. എൽ നിനോ വർഷങ്ങളിൽ ഇന്ത്യയിൽ സാധാരണയേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടാറുമുണ്ട്. സമീപകാലത്തായിട്ട് നമ്മുടെ രാജ്യത്ത് പലയിടത്തും ഓൾറെഡി ചൂട് കൂടുതലാണ്, വരൾച്ചയും ഉണ്ടാകുന്നു. ഈ വരൾച്ചയും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജലലഭ്യത കുറയും. നമ്മുടെ ഇന്ത്യയുടെ GDPയിൽ ഒരു വലിയ ശതമാനം കാർഷിക മേഖലയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ആണ്. സോ കാർഷിക മേഖലയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ എക്കണോമിയെയും ടോട്ടൽ GDPയെയും ഗ്രോത്തിനെയും ഒക്കെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലാവസ്ഥയിലും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള ജലത്തെ ഡാമുകൾ നിർമ്മിച്ചും കനാലുകൾ വഴിയുമൊക്കെ എല്ലായിടത്തേക്കും സുരക്ഷിതമായി എത്തിക്കുക, സേഫ് ആയിട്ട് അതിനെ സേവ് ചെയ്ത് വയ്ക്കുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ അത്യാവശ്യമാണ്. ഇന്ത്യ അതിന്റെ പ്രവർത്തനങ്ങളിലുമാണ്. അപ്പൊ നമ്മളിപ്പോ ഇൻഡസ് വാലി ട്രീറ്റി റദ്ദാക്കിയിരിക്കുന്ന, സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവാണ്. കാരണം ഈ എൽ നിനോ പ്രതിഭാസം ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. ഇന്ത്യക്ക് ധാരാളം ജലത്തിന്റെ ലഭ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി വഴി ഉണ്ടായിരുന്ന ജലത്തിന്റെ 80% പോയിക്കൊണ്ടിരുന്ന പാകിസ്ഥാനാണ്. 20% മാത്രമാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഓൾറെഡി നമ്മൾ അതിപ്പോ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നിലവിലെ നമുക്ക് ആ വെള്ളത്തെ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പരിശ്രമിക്കുകയുമാണ്. ഇത് പാകിസ്ഥാന് വലിയ അമർഷം ഇന്ത്യക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചേക്കാം. ഡാമുകളെ ലക്ഷ്യമിടാം, ജലസംഭരണികളെ ലക്ഷ്യമിടാം. അപ്പൊ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദികളെ ഉപയോഗിച്ചോ നേരിട്ടോ പാകിസ്ഥാൻ ആർമി ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് നയിക്കും. ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ 2 സംഭവിക്കുകയോ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് അത് നീങ്ങുകയോ ചെയ്തേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണിത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ചിലപ്പോൾ ഇനി സംഭവിക്കുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാകാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.